ഹലോ നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങ പെരക്കാണ് ഇന്നത്തെ റെസിപ്പി. ഇത് പച്ചടിയോട് കുറേ സാമ്യമുള്ള ഒരു കറിയാണ്. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റിയുമാണ്. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുന്നതിന് മുമ്പ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പച്ചമാങ്ങേനെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. കത്തി ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ആദ്യം ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം നമുക്ക്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ചുവന്ന മുളകും ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഗ്യാസിൽ ഇതൊന്ന് നന്നായിട്ട് ചുട്ടെടുക്കുക. എന്നിട്ട് ആ മുളകും കടുകും തേങ്ങയും കുറച്ച് ചൂടുവെള്ളം കൂടി മിക്സി ജാറിലെടുത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ച മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരച്ച മിക്സിയിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ തൈരും അരപ്പും കൂടി നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതേ മിക്സി ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർക്കാം. ഇത് തൈരിന് പുളി കൂടുതലാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാങ്ങയുടെ മിശ്രിതത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇപ്പം വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വറുത്തിട്ടത് നമ്മൾ മാങ്ങാപ്പെരുക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സിമ്പിൾ മാങ്ങാപ്പെരുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചമാങ്ങയുടെ സീസണിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.